അറിയാവുന്നൊരു കാര്യമാണ് ധനശ്രീ ചഹൽ. ഇവരുടെ ആ ഒരു ഇഷ്യൂസൊക്കെയാണ് ഇപ്പോഴും വൈറലായിട്ട് നിൽക്കുന്നത്. നേരത്തെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. സോ ഇപ്പോഴും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ എന്താണ് ഇതിലെ റിയാലിറ്റി? അതായത് ഇതിൽ മെയിനായിട്ടൊരു പറയുന്നൊരു കാര്യമുണ്ട്. അതായത് പെണ്ണുങ്ങളെ മാത്രം, അതായത് സ്ത്രീകളെ മാത്രമാണ് ഇങ്ങനൊരു സംഭവം നടന്നാൽ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത്. അതായത് ചഹൽ, അതുപോലെ തന്നെ ധനശ്രീ ഇഷ്യൂ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ധനശ്രീയാണ്. ഷമി അവരുടെ വൈഫ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയ ഷമിയുടെ വൈഫിനെയാണ്, ഷമിയല്ല. സോ എന്താണ് ആണുങ്ങളെ മാത്രം ആരും കുറ്റപ്പെടുത്താത്തത്, പെണ്ണുങ്ങളെ മാത്രം എല്ലാവരും കുറ്റപ്പെടുത്തുന്നതാണ് പലരും ചോദിക്കും. എന്തായാലും ധനശ്രീ ചഹൽ ഇഷ്യൂ നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് ധനശ്രീ ചഹൽ ഇഷ്യൂ, അതായത് ഇവർ വേർപിരിഞ്ഞു എന്ന വാർത്ത വന്നപ്പോൾ ധനശ്രീ എന്താ പറയുക, അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ചഹലും ധനശ്രീയും ഒത്തുള്ള ഫോട്ടോസ് എല്ലാം എന്താ പറയുക ആർച്ചീവ് ചെയ്തു എന്ന് തന്നെ പറയാം. സോ ആ ഒരു സമയത്ത് ചഹലിനെ നമുക്ക് കാണാൻ സാധിച്ചത് ഡ്രങ്കനായിട്ടാണ്. അത് കള്ളു കുടിച്ച് ബാറിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ആ ടൈപ്പ് ഓഫ് രീതിയാണ് ചഹലിനെ വളരെയധികം വിഷമത്തിലാണ് കാണാൻ സാധിച്ചത്. ധനശ്രീ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പുതിയ കൊറിയോഗ്രാഫി ചെയ്യുന്ന വീഡിയോസും പുതിയ ഡാൻസ് വീഡിയോ ഒക്കെ ഇട്ട് വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്ന ധനശ്രീയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സോ അതാണ് മെയിനായിട്ട് എന്താ പറയുക ഇവർ തമ്മിലുള്ള ഇഷ്യൂ കൂട്ടാനുള്ള കാരണമെന്ന് പറയുന്നത്, അതായത് പ്രശ്നങ്ങൾ കൂട്ടാനുള്ള കാരണമെന്ന് പറയുന്നത്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് ധനശ്രീയെ കൂടുതൽ പേര് കുറ്റപ്പെടുത്താനുള്ള കാരണം ഇതായിരുന്നു. അതായത് ആ ഒരു വേർപിരിഞ്ഞതിന് ശേഷം ധനശ്രീക്ക് യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ഇഷ്യൂസ് ഒന്നുമില്ല. അവർ പിന്നെയും ഡാൻസ് വീഡിയോ ഭയങ്കര സന്തോഷവാനായിട്ടിരിക്കും. ചഹൽ അവിടെ ഭയങ്കര വിഷമത്തിയിരിക്കുന്നു. സോ ആ ഒരു കാര്യമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് നിങ്ങൾ വേൾഡ് കപ്പ് ഫൈനൽ നടത്തിയിരുന്നു. അവിടെ ചഹലിനെ മറ്റൊരു ലേഡിയും കൂടെ ഒരുമിച്ചിരുന്ന സ്പോട്ടായി. അത് അവർ ഗേൾ ഫ്രണ്ടാണ്, അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെയാണ് പലരും പറയുന്നത്. അവിടെ ചഹൽ പറയുന്ന അവർ ഫ്രണ്ട്സ് മാത്രമാണെന്നാണ്. സോ എന്തായാലും അതിലെ ക്ലാരിറ്റി ഒന്നും നമുക്കറിയില്ല. സോ അതേക്കുറിച്ച് ബന്ധപ്പെട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പോകുന്നില്ല. സോ ആ ഒരു പിക്ചർ വന്നതിന് ശേഷം ചഹലും എന്താ പറയുക ആ ഒരു ലേഡിയുമായിട്ടുള്ള പിക്ചർ വന്നതിന് ശേഷം ഒരു ആർച്ചീവ് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ, അത് വീണ്ടും എന്താ പറയുക ധനശ്രീ സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. സോ ഇവിടെയാണ് വീണ്ടും പ്രശ്നങ്ങൾ എന്താ പറയുക പൊട്ടിപ്പുറപ്പെടുന്നത്. ഇത് ആളുകൾ പറയുന്നത് ചഹൽ സന്തോഷവാനായിട്ടിരിക്കുന്നത് ധനശ്രീക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എടുത്തു പറയുന്നത്. സോ ഇത് അവരുടെ പേഴ്സണൽ ഇഷ്യൂസാണ്. ഇതിൽ സോഷ്യൽ മീഡിയ എന്തിനാണ് ഇടപെടേണ്ടത് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനൊരു ഇഷ്യൂ നടക്കുന്ന കാര്യം ഞാൻ ഇതായത് മെയിൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, അതായത് ആണുങ്ങളെ മാത്രം കുറ്റം പറയുന്നില്ല, പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറയുന്നു എന്നതിലാണ് ഇവിടെ പ്രശ്നം നടന്നത്. ആ ഒരു സാഹചര്യം ഡിഫറൻ്റാണ്. അതായത് ഇത് സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം ചഹൽ ഭയങ്കര വിഷമത്തിലും ധനശ്രീ ഭയങ്കര സന്തോഷത്തിലും ഇരിക്കുന്ന ആ ഒരു സംഭവം കൊണ്ടാണ് ധനശ്രീക്ക് കൂടുതൽ ആളുകൾ കുറ്റം പറഞ്ഞു എന്ന് തന്നെ പറയണം. ഹാർദിക് പാണ്ഡ്യ അവരുടെ വൈഫ് ഇഷ്യൂ ഉണ്ടായിരുന്നു, ഡൈവേഴ്സ്. സോ അവിടെ നിങ്ങൾ നോക്കുക, അവിടെ രണ്ടുപേരുടെ ഭാഗത്തും ഇഷ്യൂ വന്നിട്ടില്ല. കാരണം ഹാർദിക് പാണ്ഡ്യയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം, അവരുടെ വൈഫിൻ്റെ സ്വഭാവം എല്ലാവർക്കും, വൈഫ് എനിക്കറിയില്ല എന്താ ക്യാരക്ടർ എന്നൊക്കെ, ബട്ട് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാരക്ടർ എല്ലാവർക്കും അറിയാം. സോ അത് പൊട്ടുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ എന്താ പറയുക ഹാർദിക് പാണ്ഡ്യയുടെ വൈഫിനെ അത്ര ആരും അങ്ങനെ വലിയ ഇത് ട്രോൾ ചെയ്യില്ല. ബട്ട് അവരുടെ ആ ഒരു ഇഷ്യൂ സ്റ്റിൽ അവിടെ നിൽപ്പുണ്ട്. ഇവർ ഹാർദിക് പാണ്ഡ്യ ഫാൻസൊക്കെ അത് കുറച്ച് ഇതായിട്ട് എടുത്തതേ ഉള്ളൂ. ബട്ട് ഇവിടെ നേരെ തിരിച്ചായിരുന്നു, നല്ല രീതിയിൽ തന്നെ ധനശ്രീക്കായിരുന്നു ഇഷ്യൂ എന്ന് പറയുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഇങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഇഷ്യൂ ഉള്ളൂ, പെണ്ണുങ്ങളെ എല്ലാവരും കുറ്റം പറയത്തുള്ളൂ, ആണുങ്ങളെ ആരും ഒന്നും പറയില്ല. സോ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ സാഹചര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. സോ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക. അടുത്ത വീട്ടിൽ കാണുന്നവർ